ഹരി. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങളെ, ഋഷികേശിൽ ഗംഗാ നദിയുടെ തീരത്താണ് ഇരിക്കുന്നത്. എൻ്റെ പിൻവശത്തായി നിങ്ങൾ കാണുന്നത് സ്നാനഘട്ടങ്ങളാണ്. ഋഷികേശിലെ കൃഷ്ണഘാട്ടിലാണ് ഇപ്പോൾ നാം ഈ വീഡിയോ ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തെയും കിളിപ്പാട്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്, ഒരാഗ്രഹമാണ്. അത് സാധ്യമാവുമോ എത്രത്തോളം എന്നുള്ളത് അറിയില്ല. ഭഗവത് കടാക്ഷത്താൽ ആരംഭിക്കുകയാണ് ഋഷികേശിൽ നിന്ന്. പ്രഥമസ്കന്ധത്തിലെ മൊത്തം 19 അധ്യായങ്ങളാണുള്ളത്. ആ 19 അധ്യായങ്ങളിലൂടെ 810 ശ്ലോകങ്ങളുമാണ്. 810 ശ്ലോകങ്ങളിലൂടെയാണ് ഈ 19 അധ്യായങ്ങൾ വിവരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം മംഗളാചരണം എന്നുള്ളതും ശൗനക ബ്രഹ്മർഷി സൂതനോട് ചോദിക്കുന്ന 6 ചോദ്യങ്ങളുമാണ് ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഓം സർവത്ര ശ്രീ ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജന്മാദ്യസ്യ യതോ അന്വയാദിതരതശ്ചാർദ്ധേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമർഷഃ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഇതിൻ്റെ അർത്ഥം നോക്കിയാൽ അസ്യ ജന്മാദി, ഈ ലോകത്തിൻ്റെ ജന്മസ്ഥിതിലയങ്ങൾ, യതഃ യാതൊരു ശക്തിയിൽ നിന്ന്, അന്വയാത് പദാർത്ഥങ്ങളുടെ നിരന്തരമായ ചേർച്ച കൊണ്ടും, ഇതരതശ്ച മറിച്ചുള്ള നില കൊണ്ടും, പദാർത്ഥങ്ങളുടെ നിരന്തരമായ സംയോജനം കൊണ്ടും, വിഘടനം കൊണ്ടും, വിഘടനവും സംയോജനവും ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു ശക്തിയാലാണോ അതാണ് അസ്യ ജന്മാദി, ഈ ലോകത്തിൻ്റെ ജന്മസ്ഥിതി ലയങ്ങൾ, യതഃ അന്വയാത് ഇതരതശ്ച, യാതൊരു ശക്തിയാൽ പദാർത്ഥങ്ങൾ നിരന്തരമായി സംയോജിച്ചു കൊണ്ടിരിക്കുന്നുവോ മറിച്ച് വിഘടിച്ചു കൊണ്ടിരിക്കുന്നുവോ, യാതൊരു ശക്തിയാൽ, യാതൊരു ആ ശക്തി അർത്ഥേഷു അഭിജ്ഞ, സർവഭൂതങ്ങളിലും ബോധസ്വരൂപനായിരുന്നും, സ്വരാട് സ്വപ്രകാശനായി ഇരുന്നും, ഹൃദ സങ്കല്പശക്തിയാൽ ആദികവയെ ബ്രഹ്മദേവന് ബ്രഹ്മദേവന് വേദത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തുവോ, യാതൊരു ഈ ശക്തിയെക്കുറിച്ച് സൂരയഃ വിദ്വാൻമാർക്ക് പോലും അവരുടെ ചിന്തയിൽ അവരെ മുഹ്യന്തി മൂഢരാക്കി തീർത്തിരിക്കുന്നുവോ, എത്ര യാതൊരു ഈ ശക്തിയാൽ തേജോവാരിമൃതാം, തേജസ് അഗ്നി, വെള്ളം വാരി വെള്ളം, മൃതം മണ്ണ്, അങ്ങനെ അഗ്നി വെള്ളം മണ്ണ് എന്നിവയ്ക്ക് തമ്മിൽ വിനിമയ രൂപമാറ്റം, യഥാ ഏതു പ്രകാരമോ അതുപോലെ, ത്രിസർഗ 3 വിധം മായാഗുണങ്ങളുടെ സൃഷ്ടി, അമൃഷ ഉണ്മയായി തോന്നപ്പെടുന്നുവോ, സ്വേന തൻ്റേതായ, ധാംന മഹിമയാൽ, സദാ എപ്പോഴും, നിരസ്തകുഹകം
മായാലക്ഷണമായ കപടത്തെ തികച്ചും വിട്ടുനിൽക്കുന്ന സത്യം, ശാശ്വതമായ പരമാത്മസ്വരൂപത്തെ ധീമഹി നാം ധ്യാനിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അതായത് ഈ ലോകത്തിന്റെ ജന്മസ്ഥിതി ലയങ്ങൾ യാതൊരുവനിൽ നിന്ന് അല്ലെങ്കിൽ യാതൊരു ശക്തിയാൽ പദാർത്ഥങ്ങളുടെ നിരന്തരമായ ചേർച്ച കൊണ്ടും അതുപോലെ സംയോജനം കൊണ്ടും അതുപോലെ വിഘടനം കൊണ്ടും ഒക്കെ വിഘടനവും നിലനിൽക്കുന്നുവോ, യാതൊരു ശക്തിയാലാണോ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ തമ്മിൽ സംയോജിക്കുകയും വിഘടിക്കുകയും ചെയ്യുന്നത്. ഈ ഓരോ സംയോജനത്തിലും വിഘടനത്തിലും പദാർത്ഥങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നു. ആ ശക്തി, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി സർവഭൂതങ്ങളിലും ബോധസ്വരൂപനായിരുന്നും സ്വപ്രകാശത്താൽ പ്രകാശമാനമായിരുന്നും സങ്കല്പശക്തി കൊണ്ട് ബ്രഹ്മദേവന് വേദത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തു. ആ ഒരു ശക്തിയെക്കുറിച്ചുള്ള ചിന്തനയിൽ ദേവന്മാർ പോലും, വിദ്വാൻമാരായ ദേവന്മാർ പോലും അതിനെക്കുറിച്ച്, ആ ശക്തിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മൂഢരായിത്തീരുന്നു. അവർക്കതിന് ഉത്തരം ലഭിക്കാതെ വരുന്നു. ആ യാതൊരു ശക്തിയാൽ തേജസ്, അഗ്നി, വെള്ളം, മണ്ണ് എന്നിവയ്ക്ക് തമ്മിൽ രൂപമാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും തമ്മിലുള്ള സംയോജനവും വിഘടനവുമാണ് മറ്റ് സൃഷ്ടികളെ ഉണ്ടാകുന്നതിനുള്ള കാരണമായിരിക്കുന്നത്. ആ സൃഷ്ടിക്ക് പിന്നിൽ ഉള്ള ശക്തി, ആ ശക്തി എപ്പോഴും ഉണ്മയായി തോന്നപ്പെടുമെങ്കിലും തൻ്റെതായ മഹിമയാൽ എപ്പോഴും അതൊരു മായാലോകത്തിൽ ഒരു കപടമായ തിരശീലയ്ക്ക് മുന്നിൽ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സത്യം, ഈ സൃഷ്ടിയുടെ പിന്നിലുള്ള സത്യം, ആ കപടമായ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ മായാശക്തിയായ സത്യം, ആ പരമാത്മസ്വരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ മംഗളശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ ശ്ലോകത്തിന്, ഇതേ അർത്ഥത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ ആചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അവിടെ ആദിശ്ലോകം മംഗളാചരണമായി കവിനായകൻ പ്രയോഗിച്ചിതു വേദവ്യാസൻ. സർവജ്ഞനായി സർവജഗത്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനതസ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവു തന്നെ ധ്യാനിക്കായി വരേണമേ. അവിടെ ആദിശ്ലോകം മംഗളാചരണമായി കവിനായകൻ പ്രയോഗിച്ചതു വേദവ്യാസൻ. സർവജ്ഞനായി സർവജഗത്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനതസ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ. ഇതാണ് ഈ മൂലഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തെ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് സ്വാധ്യായത്തിലൂടെ ഓരോരുത്തരും മനനം ചെയ്ത് കൂടുതൽ അതിലേക്ക്, ആ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയാൽ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശ്ലോകമാണിത്. ഈ ശ്ലോകങ്ങളെ അനേകം ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. അനേകം വ്യാഖ്യാന കൃതികൾ ഈ ഒരു ശ്ലോകത്തെ അധികരിച്ചു കൊണ്ടും ഉണ്ടായിട്ടുണ്ട്. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.